ആരാ മീര ഇത്? അത് ഞാനൊരു നിമിഷ കവിയാണ്. എങ്കിൽ ഈ നിമിഷം തന്നെ എഴുന്നേക്കണം. യാതൊരു മാനസില്ലാതെ കയറി വരിക, ഇരിക്കുക. മീരെ, ഞാൻ ദുർബലനാണ് സ്നേഹത്തിന്റെ കാര്യം വരുമ്പോ മാത്രം. അല്ലാത്തപ്പോ ഞാൻ വെറും തൊട്ടിയാണ്. അത് വന്ന വരവിൽ തന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? പ്ലീസ് മിസ്റ്റർ ബാബുരാജ്, ഇങ്ങോട്ട് വരൂ. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് വലുത് മോഹൻ സാറാണ്. അദ്ദേഹത്തിന് കൊടുത്ത വാക്കാണ്. ആ വാക്ക് എനിക്ക് പാലിക്കണം. എനിക്ക് ഹൃദയം തുറന്നൊന്ന് സംസാരിക്കണം. ഹൃദയം തുറക്കാനൊന്നും ഇപ്പൊ പറ്റില്ല. പിന്നെ എപ്പോ പറ്റും? വീട്ടിലും ആൾക്കാരുടെ ശല്യം. പിന്നെ എന്റെ നിമിഷ കവിതയെ പറ്റി ഒന്നും പറഞ്ഞില്ല. പ്ലീസ്, പിന്നെ സംസാരിക്കാം. എപ്പോ? ഒരു കാര്യം ചെയ്യാം. എല്ലാരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം രാത്രി വീട്ടിൽ ആ സ്വിമ്മിംഗ് പൂളിന്റെ അടുത്തേക്ക് ഒന്ന് വരുമോ? അത് പറ്റില്ലെങ്കിൽ ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് സംസാരിക്കാം. വേണ്ട, ഞാൻ വരാം. ഉറക്കത്തെ ഒന്നൊരു കുറവുമില്ല. മോനെന്തിനാ കരയുന്നത്? പാലോ മറ്റോ വേണോ എന്തോ? അല്ല കുഞ്ഞമ്മേ, മഞ്ജുവിന്റെ ബാവ നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ വീണു തോന്നുന്നു. അതാ. അയ്യോ, ആണോ മോളെ? കുഞ്ഞമ്മേ, ഒന്ന് പോയി എടുത്തോണ്ട് വാ, അല്ലെങ്കിൽ ഇവള് കരച്ചിൽ നിർത്തില്ല. ഓ, അതിനെന്താ, ഞാൻ എടുത്തിട്ട് വരാലോ. ആ കുഞ്ഞമ്മേ, പുറത്ത് നല്ല മഞ്ഞുണ്ട്. ഇത് തലവഴി മൂടിക്കോ. തണുപ്പ് കാലല്ലോ ഇത്. തണുപ്പില്ല, പക്ഷെ ഭയങ്കര മഞ്ഞാണ്. ഈ മഞ്ഞ് തലയിലോ ദേഹത്തോ വീണ ആ നിമിഷം കടന്നു പോകും. അങ്ങനൊരു മഞ്ഞു. എന്തായി? സംഗതി കുളമായി. എന്ത്? കുളത്തിൽ വീണു കുളമായി. ഞാൻ എഴുതന്നാൽ അത് കൊടുക്കുന്ന കാര്യം നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു. ഇനി കുളിച്ചു കയറുക തന്നെ. പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ട് തോന്നുന്നു. കെട്ടടി കെട്ടടി. ആ മോള് വരൂ. അങ്കിൾ കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ? എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാറില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീനൊക്കെയായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണോ? പോട്ടെ പോട്ടെ പോട്ടെ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ? വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. തുപ്പൊന്നും വേണ്ട പൊന്നേ, എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ, ഞാൻ മൂടി വെച്ചിട്ട് പോ. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെ പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം.
എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്തേ. രണ്ട് കാലമാടന്മാരും കൂടെ ഇരുന്ന് അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ 2 മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ നീ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടത്. എന്റെ വീട്ടിലാ എന്നെ തള്ളിയിടാ നീ. മാറിക്കണോ? അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ, ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്. എടീ, നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖനം എഴുതണമെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി. പ്രേമലേഖനോ? ഇതെന്തൊക്കെയായി പറയുന്നേ? അതേടി, ദോഷ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അടുത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകളെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ വന്നേ, സോറി മുത്തച്ഛൻ ഇങ്ങോട്ട് വന്നേ. ഞാനോ? ആ. എന്റെ കർത്താവ്. ഈ എന്റെ പുറത്തിരിക്കാ. ഇതെന്ത് മാരണം? എന്റെ മാതാവേ, മിണ്ടരുത്. വായിക്ക്. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ, എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് രണ്ട് ഇടി കൊടുത്തത്. ഓക്കെ, ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടും ഒക്കെ കണ്ടില്ലേ? ഉവ്വ്, ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ, അത് ശരി, അവൻ. എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമ ഭിക്ഷാന്റെ? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്താ? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ? നിനക്ക് എന്നെ മനസ്സിലായില്ല. എന്താണ്? എന്തേ? അയ്യോ, എന്റെ അമ്മോ! അടിച്ച കൈ ഒടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ! അയ്യോ! മോൻ ഗംഭീരമായിട്ട് ക്രിക്കറ്റ് കളിക്കണ്ടല്ലോ. ക്രിക്കറ്റ് അല്ലാതെ എന്തായാലും കളി ഗംഭീരം തന്നെ. മോന്റെ ഈ മിടുക്കും കളിയൊക്കെ കാണുമ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലം ഓർമ്മ വരിക. അതെന്താ? ഇതുപോലെ തന്നെയായിരുന്നു ഞാനും. അന്നത്തെ കളി കള്ളനും പോലീസും കളിക്കില്ല. അമ്മാവൻ ഒറ്റയ്ക്ക് കള്ളൻ, അപ്പുറത്തുള്ളവരും മുഴുവനും പോലീസുകാര്. എല്ലാ കളിയിലും കള്ളൻ പോലീസുകാർ ഇടിച്ചു വീഴ്ത്തും. അങ്ങനെ സ്റ്റണ്ടൊക്കെ അറിയോ? പിന്നെ മോൻ സിനിമയിൽ ജാക്കി ചായനെ പറ്റി കേട്ടിട്ടില്ലേ? അതേപോലെ അമ്മാവനും സ്റ്റണ്ട് ചെയ്യും. എന്നാ നമുക്ക് കളിക്കാം. കളിക്കാം. മോൻ ഇങ്ങനെ തിരിഞ്ഞു നിൽക്ക്. അമ്മാവൻ ഇടിക്കുന്ന പോലെ കാണിക്കുള്ളൂ, മേല് കൊള്ളില്ല കേട്ടാ. ദാ. ശും. മേല് കൊണ്ടില്ലല്ലോ? ഇല്ല. ആ, വാ. ഇനി ഇതുപോലെ തന്നെ വന്ന് നിൽക്ക്. ആ, അതുപോലെ തന്നെ വീഴണം. ആ. ശും. അയ്യോ. ഇനി ഞാൻ അടിക്കാം. ഓ, ഞാൻ വീഴാം. റെഡി? ഞാൻ വീഴാം. ആ. ആ. വാ വാ വാ. മോനെ. ഓ, കൊല്ലല്ലോ ചക്കൻ. തോറ്റു തോറ്റു തോറ്റു. ഇത് നല്ല കളി, എന്നും കളിക്കാം. ആ, മരണം വരെ കളിക്കാടാ. ആ, എന്നാ അയ്യോ. പത്രല്ലടാ കൈ തരാൻ. ഈ എന്റെ മൂത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഒന്നുമില്ല. ഇവിടെ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ നോക്കി. എവിടെ? ഇവിടെ പൊട്ടിയിട്ടുണ്ട്. പുറത്തോടിഞ്ച് വരാനല്ല. അല്ല, വായിൽ ഉപ്പുരസം തോന്നുന്നുണ്ട്. ചെറുതായിട്ട് ഒരു പുരസം ഇല്ലേ? എന്നാ ഉള്ളു പൊട്ടിയിട്ടുണ്ടാവും. അവൻ നല്ല മിടുക്കനാ. എന്നാ അവന് നല്ല ഇഷ്ടായി. പട്ടിക നിന്നെ ഞാൻ കൊല്ലും. ഇപ്പൊ ശരിക്കും അരി ഓരിയായി.
സമയമായോ? ഇതിന് കുറച്ച് ടൈം എടുക്കും. അല്ല, ചെറിയൊരു ചൊറിച്ചലുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്തായി? എന്താവാൻ? അല്ല, ഫേസ് നല്ല പോലെ വിളിക്കണം. ഇവൻ ബോംബെ പോയി വല്ലാതെ കറുത്തുപോയി. കൂടുതൽ വിളിക്കണമെങ്കിലേ പെയിന്റ് അടിക്കണം, ഇല്ലെങ്കിൽ പുറമേയുള്ള തൊലി ചെത്തിക്കളയണം. ഒരു പണി ചെയ്യുമ്പോൾ ശല്യപ്പെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇവൻ ശരിയല്ല. നമ്മളാരും ശരിയല്ല. ദിനകര, ഉം. നീ പണ്ട് സ്കൂൾ യുവജനോത്സവത്തിന് ആരുടെ ഒരു കവിത ബൈഹാർട്ട് പഠിച്ചൊല്ലിയിരുന്നില്ലേ? ഉവ്വ. അതൊന്ന് ഓർമ്മിച്ചു വെച്ചു, ചിലപ്പോ ആവശ്യം വരും. ചേർത്തിക്ക് തെറ്റിയതാവാനേ വഴിയുള്ളൂ. ദേ നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. എടാ പൊന്നൂസേ, കരഞ്ഞുമേന്റെ മുഖം എന്റെ മനസ്സിൽ പച്ച പിടിച്ച് കിടക്കുക. വെളുത്ത് ചുമന്ന് കോലമുടി, കൊച്ചിങ്കളെ പോലുള്ള മുഖവും, നീണ്ടും മെലിഞ്ഞൊരു സുന്ദരൻ. നേര് പറയാലോ, അയാൾക്ക് 20 വയസ്സുള്ളപ്പോ എനിക്കൊരു 14 കാണും. ഈ ഞാൻ പോലും എത്രയോ വട്ടം അയാളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയോ? ഉദിച്ചു വരുന്നൊരു സൂര്യനായിരുന്നു. ഇയാളെന്തോന്ന് റബ്ബർ പന്ത് പോലെയുള്ള ഒരു മോന്തിയും കറുത്ത് കരിവാളിച്ച്. കറുത്തത് പട്ടാളത്തിലായതുകൊണ്ടാ. അതെന്താ? വെളുത്തവരാരും പട്ടാളത്തിലില്ലേ? അങ്ങനല്ല, പട്ടാളത്ത് പോലെ ഏത് വെളുത്തോനും ഒന്ന് കറക്കും. അതെങ്ങനെ? ഈ ബോംബൊക്കെ പൊട്ടി വെടിമരുന്ന് ദേഹത്ത മനുഷ്യൻ കറുത്തു പോവില്ലേ? ആഹാ. പിന്നെ ഇപ്പൊ ഈ കുവൈത്ത് യുദ്ധം കഴിഞ്ഞ് വരുന്ന മലയാളികളെ കണ്ടാലറിയാം, മുഴുവൻ കറുപ്പാ. അത് ശരി. എന്തിന് കുവൈത്ത്? നമ്മളെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ ഒരു 5-6 മാസത്തേക്ക് തൃശ്ശൂർക്കാർ മുഴുവൻ കറുത്തു പോകാറുണ്ടല്ലോ, വെടിമരുന്നേറ്റിട്ടാ. ഈ ഞാൻ തന്നെ ഇത്രയും കറക്കാൻ കാരണം പെരുന്നാളിന്റെ ഉത്സവത്തിന്റെ ഒക്കെ വെടിക്കെട്ട് കാരണ. എന്തോ എനിക്കറിയാൻ മേല. എന്തായാലും ഈ മനുഷ്യൻ മുത്തച്ഛനും കിത്തച്ഛനും ഒന്നും അല്ല. എന്റെ ചേർത്തി ആ അടിയോടി അന്തം വക്കീൽ അയാളെ തലകും വിലകും വിസ്തരിച്ചില്ലേ? പോലീസിനും വക്കീലിനും ഒന്നിച്ചു പറ്റിക്കാൻ ഈ ലോകത്ത് ഒരുത്തനും സാധ്യമല്ല. ഏതവനെയും പറ്റിക്കാൻ കഴിവുള്ള ഏതോ യമലോക പെരട്ടിയവൻ. തിളയ്ക്കുന്ന വെളിച്ചെണ്ണയിൽ കൈ മുക്കി ഞാൻ പറയാം, അയാളല്ല ഇയാള്, ഇയാളല്ല അയാള്. പിന്നെ എന്തൊക്കെയാണ് കുഞ്ഞമ്മ വിശേഷങ്ങള്? ഞങ്ങളൊരു സിനിമ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യമലോകപ്പെരട്ട മനസ്സിലായി. പിന്നെ കുഞ്ഞമ്മേ, അവറാച്ചന് എന്തായിരുന്നു അസുഖം? ഏതാ പ്രാച്ചൻ? ഏതവറാച്ചനോ? എനിക്കും കുഞ്ഞമ്മയ്ക്കും വേണ്ടപ്പെട്ടവരായിട്ട് എത്ര അവറാച്ചന്മാരുണ്ട്. കാട്ടുപ്പാടത്തെ അവറാച്ചൻ, അമ്മച്ചി, നമ്മുടെ അപ്പച്ചൻ. വഴിയിൽ നിന്ന് എവിടുന്നോ കിട്ടിയ പത്രത്തിൽ നിന്ന് ആ ചരമവാർത്ത വായിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. കുഞ്ഞമ്മയ്ക്ക് അറിയാലോ ഞാനും അവറാച്ചനും തമ്മിലുള്ള ബന്ധം. ഒരു ഗതിയില്ലാതെ ഞാൻ നാട്ടിൽ കൂടെ തെണ്ടി നടന്നപ്പോ തേങ്ങാപ്പാട്ടം തുടങ്ങാൻ അവറാച്ചൻ എന്നെ സഹായിച്ചതും, മാളിയൊക്കെ യോസപ്പും കൂട്ടർ എന്നെ തല്ലാൻ വന്നപ്പോ അവറാച്ചൻ എല്ലാത്തിനെ ഇടിച്ചോടിച്ചതും ഒന്നും ഞാൻ മറന്നിട്ടില്ല. കുഞ്ഞമ്മയുടെ ഒരു ചേട്ടന്റെ മോനുണ്ടായിരുന്നല്ലോ, എന്താ അവന്റെ പേര്? ആ പൈലി. പൈലി. ഞങ്ങള് സ്കൂളിൽ ഒരു ക്ലാസ്സിലായിരുന്നു. മഹാവികൃതിയായിരുന്നു. അവനിപ്പോ എവിടെ ഉണ്ട്? അവൻ 2 കൊല്ലം മുമ്പ് പാമ്പ് കടിച്ചു മരിച്ചു. ഛോ, ഭഗവാനെ, പഴയ സുഹൃത്തുക്കളൊക്കെ വേഗം അങ്ങ് പോവുകയാണോ ഈ ഭൂമിന്ന്? അപ്പോ സാറാമ്മ? ഏത് സാറാമ്മ? ഏത് സാറാമ്മയോ? ഈ പൈലിയായിട്ട് 8 കൊല്ലം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരു സ്കൂൾ മാഷൂടെ ഒളിച്ചോടി പോയില്ലേ? ഉവ്വ്. ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്? ഉണ്ട്, എല്ലാം ഈ നെഞ്ചിനകത്തുണ്ട്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? എന്തായാലും ഒരുത്തനെ പ്രേമിച്ചേച്ച് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് മോശമായിപ്പോയി. തന്നെ ഒന്ന് സൗകര്യത്തിന് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്തിനാ? താൻ എന്ത് ധൈര്യത്തിലാണോ എനിക്ക് കത്തയച്ചത്? ഹൈക്കോടതിയിൽ കേസുണ്ട്, പോയിട്ട് വന്ന് സംസാരിക്കാം. ആ, ഇവിടുന്ന് ഇറങ്ങിയാലല്ലേ താൻ ഹൈക്കോർട്ടിൽ എത്തൂ. തെമ്മാടിത്തരം കാണിച്ചിട്ടാ ചോദിക്കാൻ വന്ന എന്റെ ഭർത്താവിനെ താൻ തല്ലി കൈയൊടിച്ചു. തന്നെ ഞാൻ വക്കീല് നിന്നെ ഒരു പ്രേമലേഖനം വയസ്സുകാലത്ത് നീ എനിക്ക് നിന്നെ ഞാൻ കൊല്ലി ഞാൻ നിന്നെ നിന്നെ എഴുതരുത് ആർക്കും. നിന്റെ ഒരു കഥ തുറക്കാൻ തുറക്കാനാ പറഞ്ഞത്. അയ്യോ, എടീ ഭദ്രകാളി, നീ ഇത്രയും വലിയ വഞ്ചനയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് പട്ടാപ്പകല് ഞാൻ അപ്പുറത്തുള്ളപ്പോ
കാമുകനെ വിളിച്ച് അകത്ത് കയറ്റിയെങ്കിൽ ഞാനൊന്നും അറിഞ്ഞല്ലേ. അയ്യോ, മതി. എന്റെ കൈ. എനിക്ക് അയ്യോ. മതി. എല്ലാം മനസ്സിലായി. അയ്യോ, എന്നെ അടിക്കല്ലേ. അയ്യോ. ഓടാ, നരച്ചോണ്ട് കിളവാ. അയ്യോ. പറയട്ടെ ഛെ, എന്താ നീ വിചാരിച്ചേ? എന്നെ അടിക്കല്ലേ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അയ്യോ. എന്നെ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിരങ്ങ. നിന്നെ ഞാൻ ഇന്ന് ഈ കയ്യോടിച്ചല്ല ഞാൻ. കൊല്ലും ഞാൻ. എന്താണ്? ചവിട്ടിയാ കൊല്ലും. എന്റെ കർത്താവെ ഏതൊന്ന് കാഞ്ഞൂന്നാ തോന്നണേ. ചിലപ്പോ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ടാവും. എന്റെ മാതാവേ, മിണ്ടരുത്. തൃപ്തിയായില്ലേ? താൻ എവിടത്തെ മുത്തച്ഛനാടോ? ഒരു വീടിന്റെ നാഥനാവുമ്പോ എല്ലാവരിലും വേണം ഒരു കണ്ണ്. ഇവിടുത്തെ തോന്നിവാസികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ എവിടുത്തെ മുത്തച്ഛനാടോ? താൻ ഇതിനെ അനുഭവിക്കും. അനുഭവിക്കണോ? നോക്കിക്കോ. എന്റെ കൈക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ തന്റെ കരണ കുറ്റിയടിച്ച് ഞാൻ ഉത്സവപ്പുറമ്പാക്കിയാലേ. എന്നെ തല്ലിക്കൊന്നാലും വേണ്ടില്ല. നീ പോടി. സത്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. സത്യം ഞാൻ നേരിട്ട് മനസ്സിലാക്കടി. അയ്യോ, നീ അവന്റെ കൂടെ പോയി പുറത്തോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എടി, വക്കീലിന്റെ കൂടെ പോയി പുറത്തോളാൻ. ദൈവദോഷം പറയരുത്. ദൈവദോഷം പറയണേ. അയ്യോ, ആ. ആ മോഹൻലാലിനെ കണ്ടാളകില്ല, മമ്മൂട്ടിയെ കണ്ടാളകില്ല. നിന്നെ എനിക്ക് മനസ്സിലായിടി. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. സ്ഥിരപ്പെടുത്താൻ വൈകിയെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. വീട് ആക്രമിക്കൂ പൊന്നൂസേട്ടാ. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. ഒന്നും പേടിക്കണ്ട, ഒക്കെ പൊന്നൂസ് ഏറ്റു. മോനകത്ത് പോയിക്കോ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. ഫാക്ടറിയിലെ തൊഴിലാളികളാണോ? അതെ, പൊന്നു മോനല്ലേ, ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർ പലതും ചെയ്യും. മോന്റെ കാര്യം ഞാൻ പിടിച്ചോളാം. മോനെ ഒന്നും അകത്തേക്ക് പോയിക്കോളൂ. ഇത് നേരിടാൻ പൊന്നൂസേട്ടൻ മതിയെന്ന്. മുതലാളി മൂരാച്ചി, നിങ്ങളുടെ വാക്കും കീറച്ചക്കും ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലെ. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. നിർത്ത്. എന്താ കാര്യം? ഒരിക്കലും ഒരു വാക്ക് പറയും, പിന്നീട് അതേ വാക്ക് തെറ്റിക്കുകയും ചെയ്യുന്ന പുതിയ MD ശരിക്കൊന്ന് കാണാമെന്നാ ഞങ്ങള്. എന്താ പ്രശ്നം? പ്രശ്നം ഞങ്ങൾ പറയേണ്ടത് പറഞ്ഞോളാം. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണോ ഇറച്ചി വെട്ടുകാരാണോ എന്ന് അറിയാൻ വന്നതല്ല ഞങ്ങള്. പ്രശ്നം എന്തായാലും ഞാനത് പരിഹരിച്ചെന്നാൽ പോരെ? ആയി ഇയാള് വെയിറ്റ് ചെയ്യാനും തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. സ്ഥിരപ്പെടുത്താൻ വയ്യെങ്കിൽ ഫാക്ടറി സർക്കാർ ഏറ്റെടുക്കുക. മാനേജ്മെന്റ് വാക്ക് പാലിക്കുക. നട്ടലില്ലാത്ത മാനേജ്മെന്റ് കെട്ടി തൂങ്ങിച്ചാവുക. ഓ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. മുമ്പത്തെ MD മോഹൻദാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇവിടെ ഒരു മുദ്രാവാക്യം വിളി കേട്ടല്ലോ. വല്ലവന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ടല്ല മുദ്രാവാക്യം വിളിക്കുക. എല്ലാവരും ഇങ്ങോട്ട് വാ, എന്നിട്ട് എന്റെ മുമ്പിൽ വന്ന് മുദ്രാവാക്യം വിളിക്കും. മുതലാളി മൂരാച്ചി. മിസ്റ്റർ, ഈ പ്രശ്നം ഞാൻ സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നം സമാധാനപരമായിട്ട് കൈകാര്യം ചെയ്യണോ വിപ്ലവപരമായിട്ട് കൈകാര്യം ചെയ്യണോ തീരുമാനിക്കുന്നത് ഞാനാണ്. തൊഴിലാളികളുടെ വികാരത്തെ മാനിക്കാതിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ മാനിക്കാൻ ഇവിടെ വേറെ ആളുണ്ടോ? തനിക്ക് എന്താ കാര്യം? ദേ ഒന്ന് ഇങ്ങോട്ട് വന്നേ, മുദ്രാവാക്യം വിളിക്ക്. എനിക്കൊന്ന് കേൾക്കാനാ പ്ലീസ്. പറഞ്ഞത് കേട്ടില്ലേ? ഉത്തരവാദിത്തപ്പെട്ട ഈ സാറിന്റെ മുമ്പിലോട്ട് ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. മുദ്രാവാക്യം വിളിച്ച് പ്രാക്ടീസ് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ. നിങ്ങളോട് നീറണ്ടെന്ന് ആര് പറഞ്ഞു? നീറിക്കോ, ഇഷ്ടം പോലെ നീറിക്കോ. ഓരോരുത്തരായിട്ട് നീറ്. ആ നീറ്റില് എന്റെ മുമ്പിൽ വെച്ചായിരിക്കണം. അതെ, ഇയാൾ ഇവിടുത്തെ ആരുമല്ല. ഇവിടുത്തെ പിള്ളേരുടെ അമ്മാവനാണ് പപ്പൻ ചേട്ടൻ. കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാട്ടെ. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു SI ആണ്. എന്റെ പൊന്നു തൊഴിലാളി സുഹൃത്തുക്കളെ, ചെമ്മീൻ കമ്പനി എന്റെ അധികാരപരിധിയിൽപ്പെട്ടതാണ്. അഡ്വക്കേറ്റിന് എന്തെങ്കിലും തീർപ്പ് ഏൽപ്പിക്കണമെങ്കിൽ കോടതിയിൽ പോകണം. എന്നാൽ ഒരു SI ഉണ്ടല്ലോ, എവിടെ സംഭവം നടക്കുന്നു അവിടെ വെച്ച് തീർപ്പ് ഏൽപ്പിക്കും. താനൊരു പുള്ളി കൽപ്പിക്കണ്ടോ? ആ MD ഒന്ന് വിളിക്കുന്നുണ്ടോ? നിക്ക്, ഞാൻ ഇയാളൊന്ന് പറഞ്ഞോട്ടെ. ഒരു അഡ്വക്കേറ്റിന് ഇടിക്കാനുള്ള അധികാരമില്ല, പക്ഷെ പോലീസുകാരന് അതുണ്ട്. അത് മറക്കണ്ട. ഏത് പോലീസുകാരനെ ഇടിക്കാൻ കഴിവുള്ള അഡ്വക്കേറ്റിനെ താൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഇങ്ങോട്ട് നോക്ക്, അപ്പൊ കാണാം. ഇടി കൊള്ളാൻ കഴിവുള്ള ഒരു അഡ്വക്കേറ്റിനെയാണ് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ കാണുന്നത്. ഓഹോ, എന്നാ ധൈര്യം ഇടിയടാ. എന്നാ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് കൊലപാതകത്തിന് സാക്ഷി പറയേണ്ടി വരും. വീടാക്രമിച്ച് കൊന്നുള്ള കുറ്റവും നമ്മുടെ തലയിൽ വരും. അവന്മാർ തല്ലിച്ചോട്ടെ, ഓടിക്കോ. നല്ല സുഖം. വാ, ഇവിടെ കടന്നോ. ഞാൻ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ പിന്നെ തിരിച്ചെടുക്കാൻ പാടാ. അന്ന് തൊട്ട് ഇതിനകത്ത് കയറി കിടക്കുക. അങ്ങോട്ടും എഴുന്നേക്കാൻ. ആ പെണ്ണ് ചെമ്മീൻ കമ്പനിയിലോട്ട് പോവാന്ന് പറയുന്നത് കേട്ടു. കൂടെ ചെല്ലുന്നെങ്കിൽ ചെല്ല്. എന്നിട്ട് അവിടുത്തെ വരവെത്ര, ചെലവെത്ര, കയറ്റുമതി എങ്ങനെ, ഇറക്കുമതി എങ്ങനെ എല്ലാം ഒന്ന് ചോദിച്ചു മനസ്സിലാക്ക്.
നിങ്ങളാണ് ഇനി എല്ലാത്തിന്റെ മേലധികാരി എന്ന് ജോലിക്കാർക്കും ഒന്ന് തോന്നട്ടെ. ദേ, എല്ലാത്തിനും ഒന്ന് വരുത്തി വിട്ടേക്ക്. ഓക്കെ, നല്ല തെറി വിളിക്കാം. എന്റെ സങ്കടം അതല്ല എന്റെ ദൈവമേ. പിന്നെ നിന്റെ സങ്കടം എന്താ? നിങ്ങൾക്ക് അല്പമെങ്കിലും ബുദ്ധിയും വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് വലിച്ചു കൂടായിരുന്നോ മനുഷ്യ? മതി, നിർത്ത്. ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. ഛെ, എന്റെ ഈശ്വര, ഒരു തുണി എടുത്ത് കൊടുത്തൂടെ മനുഷ്യ? പൊന്നുസേട്ടാ പോവാം. ആ. ഇന്ന് എന്തൊക്കെ പ്രോബ്ലംസ് ആണാവോ ഉണ്ടാവാൻ പോകുന്നത്. എന്തേ? ഫാക്ടറി ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ പൊന്നുസേട്ടാ? ആകെ ഒരു ടെൻഷനാ. ആ സ്ഥിരപ്പെടുത്താത്തവന്റെ പേരെന്താ? എന്താ പാത്രസാരഥ്യോ? പാത്രസാരഥിയല്ല, പാർത്ഥസാരഥി. എന്നെ കണ്ടാവും ബഹളം ഉണ്ടാക്കും. അവനെ ഞാൻ നോക്കിക്കോളാം. ആഹാ, നിർത്ത്, നിർത്ത്. നിക്കുമോളെ. ആ, മോള് കുറച്ചങ്ങ് നീങ്ങുന്നേ. എവിടേക്കാ? നിങ്ങൾ എങ്ങോട്ടാ? ഞങ്ങള് തീരുമാനിച്ചില്ല. നിങ്ങൾ എവിടേക്കാണ് തീരുമാനിച്ച അവിടേക്ക് എന്നെ ഞാനും. ആ. മോളെ കുറച്ചങ്ങനെ നീങ്ങിയിരുന്നേ. എടോ, വണ്ടിന്റെ ഉള്ളു തുടച്ചിട്ടുണ്ടോ? ഇല്ല. അയ്യേ, ഷർട്ട് മുഴുവൻ ചീത്തയാവും. കൈ ടവല് വെച്ചിരുന്നു. നല്ലോണം കാണത്തക്ക രീതിക്ക് ഇരിക്കട്ടോ. ഓ. മക്കളെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങിയിരുന്നേ, അമ്മാവനോട്ട് ഇരിക്കട്ടെ. ശാന്ത, നീ ഇതിൽ കയറണ്ട. ഞാൻ വന്നാൽ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടോ ഡ്രൈവറെ, വണ്ടി സൂക്ഷിച്ചോടിക്കണം. വീരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലുണ്ടല്ലോ. മക്കളെ എല്ലാം അമ്മാവനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശാന്തേ, ബായ്. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാണ്. ശരിയായി ജോലി ചെയ്യാത്തവർ ആരായാലും ശരി, അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. എല്ലാവരും നന്നായി ജോലി ചെയ്യുന്നുണ്ട് അമ്മാവാ. പിന്നെ ചെമ്മീൻ കമ്പനി എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കണ്ട. ചെമ്മീൻ കമ്പനി കുറെയൊക്കെ ഞാനും കണ്ടിട്ടുള്ളതാ. ചെറിയ ചെമ്മീനാണോ വലിയ ചെമ്മീനാണോ ഇവിടെ നന്നാക്കുന്നതെന്ന് എനിക്കറിയണം. ആരെങ്കിലും കൂട്ടാൻ വെക്കാൻ വീട്ടിലേക്ക് വലിയ ചെമ്മീനോ ചെറിയ ചെമ്മീനോ കൊണ്ടുപോയാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അമ്മാവാ, ഒരു കാര്യം ചെയ്യാം. പറയൂ. ആദ്യമായിട്ട് ഇവിടുത്തെ തൊഴിലാളികളെ ഫുള്ളായിട്ട് പിരിച്ചു വിടുക. അതെന്താ വേണ്ടതെന്ന് ആലോചിച്ച് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഇത് ഇയാളാരാ? നമ്മളാരാ? പറഞ്ഞു കൊടുക്കടോ. മീനക്കുഞ്ഞിന്റെ അമ്മാവനാ. മൂപ്പര് ഇവിടുത്തെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ വന്നതാ അല്ലേ? നിങ്ങളാണോ മാനേജർ? ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. എത്ര കിലോ ചെമ്മീൻ വാങ്ങുന്നുണ്ട്, എത്ര കിലോ ചെമ്മീൻ വിൽക്കുന്നുണ്ട്, എല്ലാം എഴുതി വെക്കലേ. ഓ, പൊന്നൂസ്, ഓ. ഈ ചെമ്മീൻ നന്നാക്കുന്ന സ്ഥലം എവിടെയാണ്? അതവിടെ താഴെയാണ്. എന്നാ അവിടേക്ക് എന്നെ കൊണ്ടുപോകണം. ഇവിടുത്തെ കഴിഞ്ഞു. ഇവിടുത്തെ കഴിഞ്ഞു.